കാത്തിരുന്ന ആ ഒരു നിമിഷം വന്നിരിക്കുകയാണ് ഗൈസ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ബിഗ് ബോസ് സീസൺ 8ന്റെ അഗ്നിപരീക്ഷ ഇനി 2 ദിവസം കൂടി. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പുതിയ പ്രമോ ഒക്കെ ഇറങ്ങി 2 ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീയാണ്. ഇനി അഗ്നിപരീക്ഷയുടെ മലയാളികൾ കടന്നു പോവുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു സ്വാതി സ്ക്രീൻ ടോക്ക്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ 8ന്റെ അഗ്നിപരീക്ഷ. മലയാളികളെ സംബന്ധിച്ചോളം നമുക്കറിയാം, അഗ്നിപരീക്ഷ ഫസ്റ്റ് ടൈമാണ് വന്നിരിക്കുന്നത്. 40ഓളം കോമണേഴ്സിനെ വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഈ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞത്. സോ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ബിഗ് ബോസിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ കൂടിയിട്ട് അവർ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇൻട്രോ കാണാതെ ക്ലൈമാക്സ് കണ്ടിട്ട് കാര്യമുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ച് മാസ് ഡയലോഗൊക്കെ അടിച്ചിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് ടീം എന്താണ് 1 days ago 2 days ago അങ്ങനെയൊക്കെ പിന്നെ കൗണ്ടുകളൊക്കെ സെറ്റപ്പൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ദിവസമായി എല്ലാത്തിനെയും കുറിച്ച് റിവ്യൂ ചെയ്യാൻ സമയം കിട്ടിയില്ല. സോ അതുകൊണ്ട് ഫൈനലി നമ്മൾ 3 ജഡ്ജസിനൊക്കെ എത്തിയ ആ ഒരു ഫ്ലോറിൽ ആങ്കർ റെനീഷയാണ്. അപ്പോൾ റെനീഷയും അതുപോലെ തന്നെ രഞ്ജനിയും റിയാസ് അലിയും അനഖിൽ മാരാറി ഇവരൊക്കെ ജഡ്ജസ് ആയിട്ട് ഇരുന്നുകൊണ്ട് ആ ഒരു ഫ്ലോർ കാണിച്ചുകൊണ്ട് അതിൽ ആ ബിഗ് ബോസിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം കാണിച്ചുകൊണ്ട് ഉള്ള റിവ്യൂ ഇന്നാണ് വന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടതാണ് 40 കോമണേഴ്സിനെ വെച്ചിട്ടുള്ള പരിപാടിയാണ് അഗ്നിപരീക്ഷ. ഈ 40 കോമണേഴ്സ് അവിടെ നിന്നിട്ട് അവർ ഓടി വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നോ, ബിഗ് ബോസിൻ്റെ ലോഗൊക്കെ വെച്ചിട്ടുള്ള കാർഡുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിനകത്ത് ഓരോ താക്കോലുകൾ കൊടുത്തിട്ടുണ്ട്. ആ താക്കോലുകൾ എടുക്കാനായിട്ടാണ് ഇവർ വരുന്നത്. എല്ലാവരും കൂടി തട്ടിപ്പറിച്ച് അങ്ങനെയല്ലോ പൊതുവെ ബിഗ് ബോസിൻ്റെ ടാസ്കുകൾ പൊതുവെ അങ്ങനെയാണ്. പക്ഷേ ഈ 20 പേര് അതിനകത്ത് പറയണമെന്ന് വെച്ചാൽ 40 പേര് കോമണേഴ്സ് ഉണ്ടെങ്കിലും ഈ 20 പേരെ അതിനകത്ത് 20 താക്കോലുകളുണ്ടല്ലോ. ഈ 20 പേരെ ഞാൻ അകത്തേക്ക് കൊണ്ടുപോവാണെന്ന് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല എന്ന് റെനീഷ പറയാം. അപ്പം ഞാനും ഓർത്ത്, ദൈവം ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ എത്തിയിട്ട് കോമണേഴ്സിനെ ഒന്ന് കാണിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. നമുക്ക് അവരുടെ ഫേസ് ഒന്നും ആ ഒരു വീഡിയോയിൽ ഇവർ തട്ടിപ്പറിക്കണ വീഡിയോയിലൊന്നും കാണാനൊന്നും പറ്റണില്ല ഫേസ്. അപ്പോൾ റിവീൽ ചെയ്യാതെ തന്നെ ഇവരെന്നെ ബാക്കി 20 പേരൊക്കെ എടുത്തിട്ട് എന്നെ ബാക്കി 20 പേരെ പറഞ്ഞു വിടുമോ? എന്തായിരിക്കും സംഭവം? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. സംഭവം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും കത്തിച്ചില്ല. 40 പേരെ വെച്ചിട്ടുള്ള കോമണേഴ്സിൻ്റെ പരിപാടി എന്നൊക്കെ നമ്മൾ ഭയങ്കര സംഭവത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഇത് 20 പേരെ മുഖം മൂലം കാണിക്കാതെ അവരെ ഇറക്കി വിടുമെന്ന് എനിക്ക് തോന്നില്ല. എനിവേസ് നമുക്ക് കാത്തിരുന്ന് കാണാം. 2 ദിവസം കൂടെ ഉള്ളൂ. എത്രയും വേഗം തുടങ്ങിയാൽ മതി എന്നുള്ള സെറ്റപ്പാണ്. നാളെയും എന്തൊക്കെയൊക്കെ തീപ്പൊരിയായിട്ട് വല്ല പ്രൊമോസൊക്കെ ഇറക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് നമ്മളങ്ങോട്ട് എന്താ പറയുക, നമ്മളിത് ചർച്ച വിഷയമാക്കാൻ പോകണം ഗൈസ്. ഇനി ഇതൊരു തുടക്കം മാത്രം. പഴശ്ശിയുടെ കളി കമ്പനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ബിഗ് ബോസിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇവിടുന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇത് ചെറിയ തുടക്കം മാത്രം. ഇനി അങ്ങോട്ട് വലിയ കാര്യങ്ങളിലേക്കുള്ള ചെറിയ തുടക്കം മാത്രമാണിത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത സംഭവം വരുന്നതിന് മുമ്പ് ടാറ്റ.